കാരണം ഇത്രയും താമസിച്ചു. ഇപ്പൊ ട്രെയിൻ പോയാൽ എന്തോ ചെയ്യും? അതാണൊരു പ്രശ്നം. അതിന് സംഭവിച്ചില്ല. ഇതിനു മുമ്പ് ചെല്ലുവോ? വണ്ടി ഇത്ര സ്പീഡിലൊന്നും പോണ്ട. 60 പോയാൽ 110 എന്താ സ്പീഡ്? എടാ 110 വണ്ടി പോയാൽ എങ്ങനെ നോക്കുന്നത്? ഇച്ചിരി സ്പീഡ് കുറച്ച് വണ്ടി ഓടിക്കാൻ പറ. ആ ട്രെയിൻ പോയി കഴിഞ്ഞാൽ ഇന്ന് ഞാൻ വരത്തില്ല. അത്ര താമസിപ്പിച്ചു. അവൻ പോകുന്നില്ല അശ്വിനെ കൊണ്ട് വിടുകയെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പോയിട്ട് മനഃപൂർവ്വം താമസിപ്പിച്ചു. കേട്ടോ ഞാൻ ചോദിക്കുന്ന ഒരാളെ ഏൽപ്പിച്ചു. പിന്നെന്തിനാണ് നീ അവിടെ കൂടിയിരിക്കുന്നത്? ക്ലാസ് എടുത്ത് പരിചയമുണ്ടോ? എങ്കിൽ പിന്നെ നീ എന്തിനാ അശ്വിനെ ഏൽപ്പിച്ചത്? വേറെ ആരുണ്ട് പോവാൻ? എനിക്ക് ക്ലാസ് ആരുണ്ട് എടുക്കാൻ? അത് പറ. ഇവനിപ്പോ പഠിപ്പിച്ചിരുന്ന സീസണിൽ അവൻ പോയി ക്ലാസ് എടുക്കും. ഇന്നൊരു ലോങ് വീഡിയോ ആണ്. നമ്മൾ മംഗലാപുരത്ത് പോയില്ലേ, ആ വീഡിയോ ആണ് ഇത് ഇടുന്നത്. അപ്പോൾ ഇത്രയും നേരം കണ്ടത് ഞാൻ പിണങ്ങിയാണ് അന്നത്തെ ദിവസം ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു ചിണുങ്ങലാണ് ഇത്രയും നേരം വീഡിയോ കണ്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ആലപ്പുഴയിലെത്തി. ഇതാണ് ഗൗരിയുടെ വീട്. അപ്പോൾ അവിടുന്ന് ഗൗരിയുടെ അമ്മ ഇഡലിയും പിന്നെ നമ്മൾ അവലിൻ്റെ മിച്ചറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ രണ്ടുപേരും തേജു നവനീതും കഴിച്ചു കേട്ടോ. ഞങ്ങളാരും കഴിച്ചില്ല. തേജു നവനീതും കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് 2 ഓട്ടോയിലാണ് പോകുന്നത്. ഇവിടുന്ന് വണ്ടി നമ്മളവിടെ പോയിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് അവർ വീട്ടിലിട്ടിട്ടാണ് നമ്മൾ 2 ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ 2 ചേട്ടന്മാർ നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ. ഭയങ്കര സ്നേഹമായിരുന്നു. എല്ലാ വീഡിയോയും കാണും, നല്ല വീഡിയോ എന്നൊക്കെ ഞങ്ങളടുത്ത് പറഞ്ഞ്. അപ്പോൾ അവരെ സിനിമയിലെടുത്ത് നമ്മൾ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആലപ്പുഴ സ്റ്റേഷനിലോട്ട് പോകുകയാണ്. അപ്പോൾ ഞാൻ പിണങ്ങിയത് എന്തിനാണെന്ന് ഞാൻ പറയാവേ. 11:50 ആലപ്പുഴയിൽ നിന്ന് ട്രെയിൻ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചോറ് പൊതിയൊക്കെ എടുത്ത് 8 മണി ഒരു 8:30 ആകുമ്പോൾ ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. വേറെ ഒന്നുമല്ല, 1.5 മണിക്കൂറൊക്കെ മതി ആലപ്പുഴ പോകാൻ. ചങ്ങനാശ്ശേരി റൂട്ട് നല്ലതാണ് കേട്ടോ, നല്ല ഈസി ആയിട്ട് പോകും. പക്ഷേ അവിടെ റോഡ് പണി ആയതുകൊണ്ട് ഒരു മണിക്കൂറെങ്കിലും അവിടെ ബ്ലോക്ക് ആകും കുറഞ്ഞത്, അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ. അപ്പോൾ ഇത് കണക്കാക്കിയാണ് നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞായറാഴ്ച രാവിലെ നവനീത് പഠിപ്പിക്കാൻ പോകുന്നുണ്ട് കേട്ടോ അക്കാദമിയിൽ. അപ്പോൾ അവനൊരു 8 മണി 9 മണിക്കകം വരാമെന്ന് പറഞ്ഞ അവൻ 10 മണിയായിട്ടും വീട്ടിൽ വന്നില്ല. 10:05 ആയപ്പോഴാണ് വീട്ടിൽ വന്നത്. അപ്പോൾ അതിന് ഞാൻ ദേഷിച്ച് അവൻ്റെ അടുത്ത് പിണങ്ങി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പിണക്കം മാറാൻ വേണ്ടി 3 പേരും കൂടെ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ ചിരിപ്പിക്കാണ്. എന്തായാലും പിന്നെ ഇണങ്ങി കേട്ടോ. ഒരു നല്ല രസമല്ലേ. എപ്പോഴും പിണക്കമാണ് കേട്ടോ. എനിക്ക് ഒരു ഇച്ചിരി കിട്ടിയാൽ മതി, ഞാൻ ഉടനെ കരയും കേട്ടോ. പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാൻ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും, അത്രയേ ഉള്ളൂ. എപ്പോഴും പിണക്കം ഉണ്ടെങ്കിൽ ഒരു രസമുള്ളൂ വീട്ടിലല്ലേ. ഇണക്കവും പിണക്കം അല്ലാതെ എപ്പോഴും അങ്ങ് സ്നേഹം മാത്രമായിട്ട് ഇരുന്ന എന്തോ വീടാണ്. സ്നേഹമുള്ളിടത്ത് മാത്രമേ പിണക്കവും കാണത്തുള്ളൂ. ഞങ്ങളുടെ ഇവിടെ എപ്പോഴും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പിണങ്ങാറുണ്ട് കേട്ടോ. പിണങ്ങിയും അന്നേരം തന്നെ ഇണങ്ങുകയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിലെത്തി. അപ്പോൾ അവിടെ നിന്ന് 2 പേരും കൂടെ 2 കൂട്ടുകാരന്മാരുണ്ടായിരുന്നു. ഒരു ചേട്ടൻ തിരുവല്ലയിൽ നിന്നും ഒരു ചേട്ടൻ ഗൗരിയുടെ വീട്ടിൻ്റെ അടുത്തുള്ള പ്രദീപ് എന്ന് പറഞ്ഞൊരു ചേട്ടനായിരുന്നു കേട്ടോ. തിരുവല്ലയിലെ ചേട്ടൻ്റെ പേര് സുരേഷ് എന്നാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ സ്റ്റേഷനിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് ഫാമിലി ഫ്രണ്ട് നമ്മൾ ഷോർട്സിൽ കാണിച്ചില്ലേ 2 3 പേര് വന്ന് സംസാരിച്ചെന്നു. അവർക്ക് വന്നിട്ടോ, അവരൊക്കെ വന്നിട്ട് സംസാരിച്ചുകൊണ്ട് കുറേ നേരം നല്ല രസമായിരുന്നു. അവർ തമാശയൊക്കെ പറഞ്ഞ്. അപ്പോൾ ചേട്ടനാണ് അവരെ തമാശയൊക്കെ പറഞ്ഞത്. ഇവർ 3 പേര് നല്ല സ്നേഹമായിരുന്നു. അപ്പോൾ അവർ സംസാരിച്ചിട്ട് അങ്ങോട്ട് പോയി. അവർ കൊല്ലത്തോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഇപ്പുറത്തെ പ്ലാറ്റ്ഫോമിലോട്ട് വരണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനുണ്ടല്ലോ ട്രെയിൻ എപ്പോൾ വന്നാലും വെറുതെ ടാറ്റ കാണിക്കാം കേട്ടോ. പൈലറ്റൊക്കെ കണ്ട് ചിരിക്കുമായിരിക്കും, എനിക്കറിയത്തില്ല, നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ അപ്പോഴും നവനീതും തേജു എന്നെ വഴക്കുറയും എപ്പോഴും. നാണം കിടത്താൻ വേണ്ടി മാത്രം ഈ അമ്മ ഇരിക്കുന്നതെന്നും പറഞ്ഞേട്ടാ. പക്ഷേ ഞാൻ ടാറ്റ പറയും എല്ലാവർക്കും. ട്രെയിൻ കാണുമ്പോഴേ ഞാൻ ടാറ്റ പറയും. വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് എങ്ങോ എത്രയോ ദൂരത്ത് പോകുന്ന പ്ലെയിൻ പോകുമ്പോൾ ഞാൻ ടാറ്റ കാണിക്കാറുണ്ട്. അപ്പോഴാണ് ഈ ട്രെയിൻ. പിന്നെ എന്തായാലും ശരി, ഞങ്ങളെല്ലാവരും കൂടെ ട്രെയിൻ കയറുവാണ്. അപ്പോൾ ഇനി യാത്രയൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യാത്രയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. Sanggil. Yang kamu nasi ya tanah lama. Segam gelji bina nasi.
നീ പുറത്താണ് കിടക്കുന്നത്. ഇറങ്ങി വരാം. നോർമലായിട്ട് മിണ്ടിക്കും. ആക്ഷൻ എന്ന് പറയുന്നത്. ആക്ഷൻ. ആക്ഷൻ. ആ ഓക്കെ. അപ്പൊ ഇനി ആക്ഷനാണ്. ഞാൻ വേണേ കമന്റ് പറയാം. ഹേ ഗൈസ്, ഞങ്ങൾ ഇതാ എറണാകുളത്തോട്ട് അടുത്തോണ്ടിരിക്കുകയാണ്. എറണാകുളത്ത് ഏത് പാലമായിരുന്നു ഇത്? ആ പാലം തന്നെ, കറക്റ്റ്. ആ പാലം തന്നെയാണ്. ആ പാലം കവർ ചെയ്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 8 പേരുണ്ട്. 8 പേര് ഇവിടെ നിന്ന് ഞങ്ങളോട് 2 സുഹൃത്തുക്കൾ കൂടിയിട്ടുണ്ട്. അവർ ബോംബെയിലോട്ടാണ് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ. ഞാൻ ചുമ്മാ പറയാണ്. എന്റെ വായിലെ വെള്ളം പറ്റുന്ന വെച്ചു എഡിറ്റ് ചെയ്ത് പോയി. താല്പര്യമില്ല കമന്റ്. ഇപ്പോൾ ഈ എൻ്റെ അടുത്ത് ഇരിക്കുന്ന 2 പേരെ അറിയാവോ? നമ്മുടെ സഹില എന്ന് പറഞ്ഞില്ലേ, മുത്തുമണീസ് ലഞ്ച് ബോക്സ്, അവർ അനിയൻ്റെ ഭാര്യയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ ബോംബെ പോവുകയാണ്. നല്ല സ്നേഹമായിരുന്നു കേട്ടോ പോകുന്നത് വരെ. നല്ല കൂട്ടായിരുന്നു. ഈ അഭ്യാസങ്ങളും ഗോഷ്ഠികളൊക്കെ ട്രെയിൻ നിർത്തിയിട്ട് എവിടെയോ നിർത്തിയിട്ടിരിക്കുന്നു. അപ്പോഴുള്ള ഗോഷ്ഠികളാണ് കേട്ടോ. അത് ഞാൻ എൻ്റെ പുറകയിൽ എന്നെ തേജ് പിടിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത്. നവനീതാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അല്ലാതെ എനിക്ക് പേടിയാണ്. എനിക്ക് 100 ദൈവങ്ങളെ വിളിച്ചിട്ടാണ് ഞാൻ ട്രെയിനിലൊക്കെ ഇരിക്കുന്നത്. ഞാൻ AC-യുടെ നമുക്ക് വെക്കാറൊക്കെ അത് പൊട്ടിരിക്കുക. കുണ്ടുങ്ങാൻ കുറയ്ക്കുന്നതല്ല. ഇതാണ് അതിന്റെ ഗോപുരം കാണുന്നുണ്ടല്ലോ. ഇനി ഉച്ചത്തെ ഊണും വൈകിട്ടത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇനി സന്ധ്യയായി. പിന്നെ കിടക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ ഊണെന്നൊന്നും വീഡിയോ ഞാൻ ഇട്ടില്ല, ഷോർട്സിലുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ഇടാത്ത. അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ലോങ് ആവും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഷോർട്സിൽ കാണണം എല്ലാവരും കണ്ടതെങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ രാത്രി കഴിച്ചത് ഇഡ്ഡലിയും വറുത്തരച്ച ചമ്മന്തിയൊക്കെ ആയിരുന്നു. അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആരും ധൃതി കാരണം വീഡിയോ എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ 11:50 നമ്മുടെ ട്രെയിന് അവിടെ മംഗലാപുരം കുന്താപുര എന്നൊരു സ്റ്റേഷനിലാണ് എത്തുന്നത് കേട്ടോ. ഞങ്ങളെല്ലാം വെറുതെ കിടന്നതാണ്, ഉറങ്ങിയൊന്നുമില്ല. പിന്നെ താഴത്തെ ബെർത്തായതുകൊണ്ട് എനിക്ക് സുഖമായിരുന്നു, ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുന്താപുര എന്നൊരു സ്റ്റേഷനിലെത്തി. അവിടുന്ന് എനിക്കൊന്ന് 7-8 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ ബുക്ക് ചെയ്ത ലോഡ്ജിലെത്താൻ. അപ്പോൾ 2 ഓട്ടോയിലാണ് നമ്മൾ പോയത് കേട്ടോ. വേറെ വണ്ടികളൊന്നും ഇല്ല. അവിടെയൊക്കെ ആൾ കുറവായിരുന്നു തോന്നുന്നു സ്റ്റേഷനിലൊക്കെ. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളായിരുന്നു അവിടെ. എന്തായാലും ഞങ്ങൾ ഓട്ടോ വിളിച്ച് കറക്റ്റ് ലോഡ്ജിൽ ആ സമയമായപ്പം എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കിടന്നിട്ട് രാവിലെ 6:30 നമ്മൾ പോകാൻ ഉദ്ദേശിച്ച് സ്വാമിജിയുടെ മഠത്തിൽ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ബസ്സുണ്ട്. ബസ്സിലല്ല ഞങ്ങൾ പോയത്, പക്ഷേ ഓട്ടോയിലാണ് കേട്ടോ. എന്നുവെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾ പോയി അന്ന് തൊട്ട് തുടങ്ങിയ മഴയായി. ഇപ്പോഴും മഴയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ചായയും ഓരോ വടയും കൂടെ കഴിച്ചേട്ടാ. വടയും ചമ്മന്തിയും സാമ്പാറും എല്ലാം തന്ന് നല്ല ചൂട് വടയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ വടയും സാമ്പാറും ആയിരുന്നു നല്ല ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നി. ഞാൻ പകുതി വടയെ കഴിച്ചുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഓട്ടോയിലാണ് പോയത്. ഓട്ടോയിലുണ്ടല്ലോ സ്ഥലം ഇല്ലായിരുന്നു ഇരിക്കാൻ. അതുകൊണ്ട് ഞാൻ ഓട്ടോയിൽ നിന്നാണ് പോയത് കേട്ടോ. കാണിക്കാവേ വീഡിയോ. അപ്പോൾ എല്ലാവരും ബസ്സിലല്ലേ നിന്ന് പോകുന്നത്, ഞാൻ ഓട്ടോയിൽ നിന്ന് പോയി. അപ്പോൾ ചോദിക്കും അത്രയും നീളമുള്ളതെന്ന്. അത്രയും നീളമൊന്നുമല്ല, ഇച്ചിരിയുടെ നീളം എനിക്ക് നീളമല്ല പൊക്കമുണ്ട്. നീളമെന്ന് പറഞ്ഞുവിടെന്ന് പറഞ്ഞു, പൊക്കമുണ്ട്. അപ്പോൾ ഞാൻ തല ഇങ്ങനെ കുനിച്ചിങ്ങനെയാണ് നിന്നത് കേട്ടോ ഓട്ടോയിൽ. അപ്പോൾ കാണാം കേട്ടോ.
സ്വാമിജി ഇരിക്കുന്ന അമ്പലത്തിലെത്തി. അപ്പോൾ കാപ്പുടി ഊണും എല്ലാം ഇവിടെ ആയിരുന്നു, ഭജനയൊക്കെ ഉണ്ടായിരുന്നു, പൂകെട്ടലൊക്കെ ഉണ്ട്. അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ടും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം കേട്ടോ.